എല്ലാ സംസ്ഥാനത്തിനും അർഹതപ്പെട്ട പോലെ കേരളത്തിനും PM ശ്രീ പദ്ധതിയിലൂടെ 750 കോടി രൂപ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി അനുവദിച്ചു. ഈ ഫണ്ട് വാങ്ങി കാര്യക്ഷമമായി ഉപയോഗിച്ചാൽ മാത്രമേ ഇനി വരാൻ പോകുന്ന പദ്ധതിയുടെ ഫണ്ട് കിട്ടുകയുള്ളൂ എന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. എന്നിട്ടും തടസ്സങ്ങൾ ഉണ്ടാക്കി മോദിയോടുള്ള അന്ധമായ വിരോധം കൊണ്ട് പക്ഷേ നഷ്ടമാകുന്നത് കേരളത്തെ കുട്ടികളുടെ ഭാവി കൂടിയാണ്. ഈ ഫണ്ട് ഉപയോഗിച്ച് സ്കൂളുകളിൽ വികസനം നടന്നാൽ അവിടെ PM ശ്രീയുടെ ബോർഡ് വരും, മോദിയുടെ പടവും ഉണ്ടാകും. ആരും അറിയാതെ ആ ഫണ്ടങ്ങ് കൊടുത്താൽ അത് വാങ്ങി കീശയിൽ വെക്കും. നഷ്ടം പാവപ്പെട്ടവന്റെ പിള്ളേർക്ക്. കുട്ടികൾ പഠിച്ചില്ലെങ്കിലും സ്കൂൾ ഇടിഞ്ഞു വീണാലും മോദിയുടെ പടം വരരുത്, അതാണ് പ്രശ്നം. ഇവിടെ ചെഗുവേരയുടെ പടം വെക്കാം, തീവ്രവാദികളുടെ പടം ആനപ്പുറത്ത് കയറ്റി പ്രദർശിപ്പിക്കാം. ലോകം മുഴുവൻ ആരാധിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പടം വെച്ചാൽ ചിലർക്ക് അത് ദഹിക്കില്ല. ഭരിച്ചു മുടിച്ച് ലക്ഷം കോടി കടം കയറ്റി വെച്ചു. വരുന്ന കേന്ദ്ര പദ്ധതികളെല്ലാം വിഴുങ്ങി കേരളത്തിലെ കുട്ടികളുടെ ഭാവിയും തകർത്തു അടിമകളാക്കി കൊടുക്കാമെന്ന് ആരെവിടെങ്കിലും കരാർ വെച്ചിട്ടുണ്ടോ? കേരളത്തിലെ ജനം ആര് ഭരിക്കണമെന്ന് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. എല്ലാ സംസ്ഥാനത്തിനും അർഹതപ്പെട്ട പോലെ കേരളത്തിനും PM ശ്രീ പദ്ധതിയിലൂടെ 750 കോടി രൂപ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി അനുവദിച്ചു. ഈ ഫണ്ട് വാങ്ങി കാര്യക്ഷമമായി ഉപയോഗിച്ചാൽ മാത്രമേ ഇനി വരാൻ പോകുന്ന പദ്ധതിയുടെ ഫണ്ട് കിട്ടുകയുള്ളൂ എന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. എന്നിട്ടും തടസ്സങ്ങൾ ഉണ്ടാക്കി മോദിയോടുള്ള അന്ധമായ വിരോധം കൊണ്ട് പക്ഷേ നഷ്ടമാകുന്നത് കേരളത്തെ കുട്ടികളുടെ ഭാവി കൂടിയാണ്. ഈ ഫണ്ട് ഉപയോഗിച്ച് സ്കൂളുകളിൽ വികസനം നടന്നാൽ അവിടെ PM ശ്രീയുടെ ബോർഡ് വരും, മോദിയുടെ പടവും ഉണ്ടാകും. ആരും അറിയാതെ ആ ഫണ്ടങ്ങ് കൊടുത്താൽ അത് വാങ്ങി കീശയിൽ വെക്കും. നഷ്ടം പാവപ്പെട്ടവന്റെ പിള്ളേർക്ക്. കുട്ടികൾ പഠിച്ചില്ലെങ്കിലും സ്കൂൾ ഇടിഞ്ഞു വീണാലും മോദിയുടെ പടം വരരുത്, അതാണ് പ്രശ്നം. ഇവിടെ ചെഗുവേരയുടെ പടം വെക്കാം, തീവ്രവാദികളുടെ പടം ആനപ്പുറത്ത് കയറ്റി പ്രദർശിപ്പിക്കാം. ലോകം മുഴുവൻ ആരാധിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പടം വെച്ചാൽ ചിലർക്ക് അത് ദഹിക്കില്ല. ഭരിച്ചു മുടിച്ച് ലക്ഷം കോടി കടം കയറ്റി വെച്ചു. വരുന്ന കേന്ദ്ര പദ്ധതികളെല്ലാം വിഴുങ്ങി കേരളത്തിലെ കുട്ടികളുടെ ഭാവിയും തകർത്തു അടിമകളാക്കി കൊടുക്കാമെന്ന് ആരെവിടെങ്കിലും കരാർ വെച്ചിട്ടുണ്ടോ? കേരളത്തിലെ ജനം ആര് ഭരിക്കണമെന്ന് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ.